മാന്ത്രിക പാ. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഏംബർ ടൗൺ എന്നൊരു സ്ഥലത്ത് ആഡം എന്നു പേരുള്ള രാജകുമാരൻ താമസിച്ചിരുന്നു. അദ്ദേഹം ഒരു നല്ല രാജകുമാരനും എല്ലാവരുടെയും പ്രിയപ്പെട്ടവനുമായിരുന്നു. അദ്ദേഹം ധൈര്യശാലിയും നല്ല മനസ്കനുമായിരുന്നു. ഏംബർ ടൗൺ രാജ്യം അവരുടെ രാജകുമാരനെ സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം മറ്റൊരു രാജ്യത്തേക്ക് കാട്ടിലൂടെ യാത്രയായപ്പോൾ രാജകുമാരൻ ആഡം സൈനികരിൽ നിന്നും വേർപെട്ടുപോയി. കുറച്ചു ദൂരം കുതിര ഓടിച്ചു കഴിഞ്ഞ് ആഡം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. വിശപ്പ് കൂടിയപ്പോൾ സഞ്ചിയിൽ നിന്നും കുറച്ച് കഷ്ണം റൊട്ടിയെടുത്തു. ആദ്യത്തെ കഷ്ണം മുറിച്ചതും അദ്ദേഹം ഒരു ഉറുമ്പ് അതിൽ നിന്നും വരുന്നത് കണ്ടു. ആഡം പതുക്കെ ആ കഷ്ണം താഴേക്ക് വെച്ചു മറ്റൊരു കഷ്ണമെടുത്തു. അപ്പോൾ രണ്ടാമത്തെ റൊട്ടിയിൽ നിന്നും 2 ഉറുമ്പുകൾ വെളിയിലേക്ക് വന്നു. അദ്ദേഹം വീണ്ടും ആ കഷ്ണം താഴേക്ക് വെച്ചു. പിന്നെ വീണ്ടും മൂന്നാമത്തെ കഷ്ണത്തിൽ അദ്ദേഹത്തിന് 3 ഉറുമ്പുകളെ കിട്ടി. അത് അങ്ങനെ തന്നെ തുടർന്നപ്പോൾ ആണ് അദ്ദേഹം മനസ്സിലാക്കിയത് എന്തെന്നാൽ ഉറുമ്പുകൾ എല്ലാ ആഹാരത്തിലും അരിച്ചിരിക്കുന്നു. പക്ഷെ ദേഷ്യം വരുന്നതിന് പകരം രാജകുമാരൻ ആഡം പുഞ്ചിരിച്ചു. ചിലപ്പോൾ എന്നെക്കാളും നിങ്ങൾക്കായിരിക്കും ഈ ആഹാരത്തിന്റെ ആവശ്യം. നല്ലപോലെ കഴിച്ചോളൂ, വയറ് നല്ലപോലെ നിറയട്ടെ. ഓ, നീ നല്ല മനസ്കനാണ്. നിങ്ങൾക്ക് സംസാരിക്കാമോ? അതെ, എനിക്ക് സംസാരിക്കാം. ഞാൻ ഈ ഉറുമ്പുകളുടെ രാജാവാണ്. ഞങ്ങൾക്ക് ആഹാരം തന്നതിൽ വളരെ നന്ദിയുണ്ട്. ഇതിന് പകരമായി ഞാൻ എന്താണ് നിങ്ങൾക്ക് തരേണ്ടത്? മഹാറാണി, എന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. അത് മാത്രമല്ല, എനിക്ക് ആവശ്യത്തിനും അധികമുണ്ട്. പക്ഷേ നീ നിന്റെ മനസ്സിന്റെ ഒരു ഭാഗം വിട്ടുകളഞ്ഞിട്ടുണ്ട്. അത് നിന്റെ വിധി. എന്റെ വിധിയോ? രാജകുമാരി ലാലൻ, മഹാന്മാർ പറയുന്നത് ഒരു നല്ല മനസ്കനായ ആൾക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് എന്റെ മനസ്സ് പറയുന്നു ആ ആള് നീയാണെന്ന്. നീ അവളെ കണ്ടുമുട്ടുമ്പോൾ എന്നെയും കാണും. ആകെ നീ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു ഉറുമ്പിനെ കണ്ടുപിടിച്ച് എന്നെ കുറിച്ച് ചോദിക്കുക. ഞാൻ നിനക്കായി വരും. തീർച്ചയായും. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്റെ ഹൃദയത്തിന്റെ വഴിയെ പോകൂ കൂട്ടുകാരാ. സംശയത്തിൽ ആഡം അവന്റെ കുതിരയിൽ കയറി യാത്രയായി. കുറച്ചു ദൂരത്ത് തന്നെ അവൻ ഒരു പുലി വേദനയോടെ കരയുന്നത് കണ്ടു. അതിന്റെ കാലിൽ ഒരു മുള്ളുകൊണ്ടിരുന്നു. ആഡം ഒരു പേടിയുമില്ലാതെ അതിനെ സഹായിച്ചു. വളരെ നന്ദി. ഞാൻ നിനക്കായി എന്താണ് ചെയ്യേണ്ടത്? നിനക്കും സംസാരിക്കാമോ? ഞാൻ ഇപ്പോൾ ഒരു സംസാരിക്കുന്ന ഉറുമ്പിനെ കണ്ടു. ഉറുമ്പുകളുടെ രാജ്ഞിയെ കണ്ടുമുട്ടിയെന്ന് തോന്നുന്നു. പറയൂ, നീ എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ രാജകുമാരി ലലൂനിനെ കണ്ടുപിടിക്കാൻ ഉള്ള പ്രയാണത്തിലാണെന്ന്. മഹാന്മാർ പറയുന്നത് ഒരു നല്ല മനസ്സുള്ള ധൈര്യശാലിയെ അവളെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന്. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് കൂട്ടുകാരാ. നീ തേടുന്ന രാജകുമാരി 7 കടലുകൾക്ക് അപ്പുറമാണ് താമസിക്കുന്നത്, അതും മലമുകളിൽ. പക്ഷെ ഞാൻ അവിടെ എങ്ങനെ എത്തും? കുറച്ചു ദൂരം മാറി നിന്റെ വലതുവശത്ത് നീ ഒരു വയസ്സനെ കണ്ടുമുട്ടും. നീ പറയണം നീ എന്നെയും ഉറുമ്പുകളുടെ രാജ്ഞിയെയും കണ്ടുമുട്ടിയെന്ന്. അപ്പോൾ അയാൾ നിനക്ക് രാജകുമാരിയെ കണ്ടുപിടിക്കാനായുള്ള എല്ലാ കാര്യങ്ങളും തരും. പിന്നെ കേട്ടോ, നിന്റെ പ്രയാണം പൂർത്തീകരിക്കാൻ എന്റെ ആവശ്യം വരും. അതുകൊണ്ട് ആകെ ചെയ്യേണ്ട കാര്യം, നീ മരങ്ങളോട് എന്നെ കുറിച്ച് ചോദിക്കണം. ഞാൻ നിനക്കായി വരും. സംശയത്തോടെ വീണ്ടും ആഡം പുലിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വയസ്സനെ തേടി അവിടുന്ന് യാത്രയായി. പുലിയുടെ വാക്കുപോലെ തന്നെ ഒരു വയസ്സൻ മരത്തിന്റെ താഴെ ഒരു പായുമായി ഇരിപ്പുണ്ടായിരുന്നു. ആഡം അയാളോട് അവന്റെ പുലിയും ഉറുമ്പുകളുടെ രാജ്ഞിയുമായി കണ്ടുമുട്ടലെക്കുറിച്ച് സംസാരിച്ചു. ആ വയസ്സൻ ആഡമിന്റെ കണ്ണിലേക്ക് നോക്കി എന്നിട്ട് ചിരിച്ചു. മഹാന്മാർ ശരിയാണ് പറയുന്നത്. ഇതാ ഈ പാ എടുത്തോളൂ. ഇതൊരു മാന്ത്രിക പായാണ്. അതിൽ മേലെ കയറിയിരുന്ന് എവിടെ പോണെന്ന് പറഞ്ഞാ മതി. ഇത് നിന്നെ ആവശ്യപ്പെടുന്നിടത്തേക്ക് പറത്തി കൊണ്ടുപോകും. ഇതാ ഒരു കല്ലിന്റെ പാത്രം. ഇത് നിനക്ക് വെള്ളം ആവശ്യപ്പെടുമ്പോൾ ഒക്കെ തരും. നിനക്ക് രാജകുമാരി ലലൂനെ കണ്ടുപിടിക്കാൻ ഇതെല്ലാം വേണ്ടി വരും. ആഡം അവന്റെ കുതിര വയസ്സിനെ ഏൽപ്പിച്ചിട്ട് കല്ലുപാത്രവുമായി മാന്ത്രികപ്പായിൽ പറന്നുപോയി. ആ പാ ആഡമിനെ രാജകുമാരി ലലൂന്റെ രാജ്യത്തിലെത്തിച്ചു. അപ്പോൾ ഇരുട്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വിശ്രമിക്കാൻ ഒരു സ്ഥലം വേണമായിരുന്നു. അതും അടുത്ത ദിവസം കൊട്ടാരത്തിൽ എത്തുന്നതിന് മുന്നേ. അപ്പോൾ തന്നെ അവനൊരു ശബ്ദം കേട്ടു.
എനിക്ക് നടക്കാനാവുന്നില്ല. ഓ സർ, എന്താണ് പ്രശ്നം? എന്റെ കാലെ പരിക്ക് പറ്റിയിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്നും ദൂരെയാണ് താമസിക്കുന്നത്. എനിക്ക് നടക്കാനാവുന്നില്ല. ദാഹിച്ചിട്ട് വയ്യ. ആഡം ഉടനടി അവന്റെ കല്ലുപാത്രത്തിൽ വെള്ളം ആഗ്രഹിച്ചു. വയസ്സായ മനുഷ്യന് കുടിക്കാൻ സഹായിച്ചു. എന്നിട്ട് അവൻ ആ വയസ്സായ ആളെ വീട് വരെ എത്തിക്കാൻ സഹായിച്ചു. വളരെ നന്ദി മോനെ. ഒരു നിമിഷം, നീ രാജ്യത്തിൽ നിന്നുമല്ലല്ലോ. ആരാണ് നീ? എന്റെ പേരാണ് ആഡം. ഞാൻ ഇവിടെ കാണാൻ വന്നതാണ്. രാജകുമാരി ലലൂനെ. രാജകുമാരി ലലൂൻ? നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? നീ മാത്രമല്ല വന്നത്. കുറെ പേർ അവരുടെ ഭാഗ്യം നോക്കാൻ വന്ന് തോറ്റു മടങ്ങിയിരിക്കുന്നു. രാജാവ് ഈ വെളിയിലെ ആൾക്കാർ കൊണ്ട് തോറ്റിരിക്കുകയാണ്. രാജ്യത്തിൽ നിന്നും അവരെ ജീവിതകാലം നിർത്തലാക്കി. ആർക്കും വെളിയിൽ നിന്ന് വരുന്നവരെ കാണാൻ അനുവാദമില്ല. നിന്നെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല, ഒരു മണിക്കൂറത്തേക്ക് പോലും. എനിക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളെ ഒരു ആപത്തിലും പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഉടനടി തന്നെ പൊക്കോളാം. രാജകുമാരൻ യാത്രയാകാൻ തുടങ്ങിയതും ഒരു തിളക്കമേറിയ പ്രകാശം ജനലിലൂടെ വന്നു. മുഴുവൻ നഗരവും ഭൂമിയിൽ നക്ഷത്രം പോലെ തിളങ്ങി. ആഡം വെളിയിലേക്ക് ഓടി. വയസ്സന്റെ വീട് കൊട്ടാരത്തിനടുത്തായതുകൊണ്ട് ആഡമിന് ഇതെല്ലാം സംഭവിക്കുന്നത് കാണാൻ വ്യക്തമായി പറ്റി. ഒരു സുന്ദരിയായ സ്ത്രീ വെള്ള വസ്ത്രം ധരിച്ച് വെളിയിൽ വന്നിരുന്നു. അവളെ കാണാൻ സുന്ദരവും പവിത്രവുമായിരുന്നു. അവർ കണ്ണു തുറന്നതും രാജകുമാരൻ ആഡമിനെ കണ്ടു. അത് ആദ്യ കാഴ്ചയിലെ പ്രണയമായിരുന്നു. അവർ തമ്മിൽ തമ്മിൽ കണ്ണിലേക്ക് നോക്കി. പക്ഷെ കുറച്ചു കഴിഞ്ഞ് അവൾ സങ്കടത്തോടെ കണ്ണടച്ചു. അവൾ അവിടെ തന്നെ ഇരുന്നു. ആഡം അവൾ കണ്ണു തുറക്കണം എന്നാഗ്രഹിച്ചു. അവനെ ഒന്നുകൂടി നോക്കിയിരുന്നുവെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു. പക്ഷെ അവൾ തുറന്നില്ല. അവൾ വീണ്ടും അവളുടെ കണ്ണു തുറക്കില്ല. അകത്തേക്ക് വരൂ മകനെ. അവൾ ആരാണ്? അവൾ എന്താണ് കണ്ണ് തുറക്കാത്തത്? അവളെ അലട്ടുന്ന കാര്യം എന്താണ്? എന്താണ് ഇത്രയും വിഷമം? അവളാണ് നീ തേടിയിരുന്ന രാജകുമാരി. അവൾ മഹാന്മാരുടെ വാക്കുകൾ സത്യമാക്കാനായി കാത്തിരിക്കുന്നതിന്റെ വിഷമത്തിലാണ്. എല്ലാരും പറയുന്നുണ്ടല്ലോ ഒരു മഹാന്റെ കാര്യം. അതാരാണ്? രാജകുമാരി ലലൂൺ വെറും ഒരു സാധാരണ രാജകുമാരി അല്ല. നിനക്കറിയാമോ ഈ രാജ്യത്ത് ഞങ്ങൾക്ക് എന്തേ വെട്ടമില്ലാത്തതെന്ന്? കാരണം രാജകുമാരി ലലൂൺ ഈ രാജ്യത്തെ മുഴുവൻ പാതിരാത്രി വരെ വെളിച്ചം നൽകും. അവൾ ജനിച്ചപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ട് ഒരു മാലാഖ അവൾക്ക് ചന്ദ്രനേക്കാളും തിളക്കമുള്ള വരം നൽകി. ഇന്നും രാത്രി അവൾ ആകാശവും ഭൂമിയിലും പ്രകാശം പരത്തും. പക്ഷെ അവളുടെ വരദാനം തന്നെ അവൾക്ക് വലിയ ശാപമായി മാറി. കുറെ ആൾക്കാർ ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചു. രാജകുമാരിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആ മാലാഖ പറഞ്ഞു, ആർക്കാണോ 3 കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നുവോ അയാൾക്കേ രാജകുമാരിയെ വിവാഹം ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൂപ്പ, എന്താണ് ആ 3 കാര്യങ്ങൾ? ആദ്യത്തേതെന്ന് വെച്ചാൽ ഒരു രാത്രിയിൽ 80 കിലോ കടുകിനെ ചതച്ച് അതിൽ നിന്നും എണ്ണ എടുക്കുക എന്ന്. രണ്ടാമത്തത് 2 രാക്ഷസന്മാരോട് ഒരുമിച്ച് പൊരുതുക. മൂന്നാമത്തതാണ് എന്ന് വെച്ചാൽ മലയുടെ ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്ന ചെണ്ട പോയി കൊട്ടണം. ഞാൻ പറഞ്ഞേക്കാം, ആ മലയുടെ ഉയരം എന്ന് വെച്ചാൽ സ്വർഗം വരെ കാണും. ഒരു നിമിഷം. ഉറുമ്പിന്റെ സഹായത്തോടെ 80 കിലോ കടുക് വളരെ എളുപ്പമായി ചതയ്ക്കാനാകും. പിന്നെ പുലിക്കും എനിക്കും 2 രാക്ഷസന്മാരെ ഒരുമിച്ച് നേരിടാനും ആകും. പിന്നെ മലമുകളിലെ ചെണ്ടയുടെ കാര്യം. എന്റെ മാന്ത്രികപ്പായ എന്തിനാണ് പിന്നെ? രാജകുമാരൻ ആഡം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. മരത്തിന്റെ സഹായത്തോടെ സന്ദേശം എത്തിച്ചു കഴിഞ്ഞിട്ട് ഉറുമ്പിനും പിന്നെ പുതിയ കൂട്ടുകാർക്കും വേണ്ടി അവൻ രാജഭടന്മാരുടെ മുന്നിൽ അടിയറവ് പറയുമെന്ന്. അവൻ അറിയാമായിരുന്നു ഇത് മാത്രമാണ് ഒരേ ഒരു വഴി രാജകുമാരിയെ കാണാനായി. കൂടാതെ വയസ്സായ ആൾക്ക് ഒരു പ്രശ്നവും വരുത്താതിരിക്കാൻ. കൊട്ടാരത്തിൽ കയറിക്കഴിഞ്ഞ് രാജകുമാരൻ ആഡം രാജകുമാരി ലലൂണിനെ കണ്ടു. കഴിഞ്ഞ രാത്രിയിൽ അവൾ തിളങ്ങിയതുപോലെ ഇപ്പോൾ അവൾ തിളങ്ങുന്നില്ലായിരുന്നു. പക്ഷേ അവൾ എപ്പോഴത്തെക്കാളും സുന്ദരിയായിരുന്നു. ഈ രാജ്യത്ത് കടന്നു വരാൻ എങ്ങനെ ധൈര്യം തോന്നി നിനക്ക്? എനിക്ക് നിന്റെ പേര് പോലും അറിയണ്ട ആവശ്യമില്ല. ഇവനെ തുരങ്കല്ലിലേക്ക് അടയ്ക്കൂ. ഇല്ല, നിൽക്കൂ.
അച്ഛാ, ഞാൻ ഈ അജ്ഞാതനുമായി സ്നേഹത്തിലായി കഴിഞ്ഞു. അങ്ങയുടെ സമ്മതത്തോടെ എനിക്ക് ഇദ്ദേഹത്തെ വിവാഹം ചെയ്യണം. അവനും ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം. അതെ, അതെ, 1000 തവണ അതെ. പക്ഷേ നമുക്കറിഞ്ഞൂടല്ലോ ഇവൻ ആരാണെന്ന്. ഇടക്ക് കയറി പറഞ്ഞതിൽ ക്ഷമിക്കണം മഹാരാജൻ. പക്ഷെ ഞാൻ ഒരു രാജകുമാരനാണ്, എംബർ ടൗണിന്റെ രാജകുമാരൻ ആഡം. നിനക്കങ്ങനെ വെറുതെ എന്റെ മകളെ വിവാഹം ചെയ്യാനാവില്ല. നിനക്ക് 3 കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. എനിക്ക് ആ മഹാന്റെ വാക്കുകൾ അറിയാം മഹാരാജൻ. ഞാനൊരു 100 കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ തയ്യാറാണ്, അതും ഞാൻ സ്നേഹിച്ചവളെ വിവാഹം ചെയ്യാൻ. രാജാവ് രാജകുമാരൻ ആഡമിന് ആദ്യത്തെ കാര്യം മനസ്സിലാക്കി കൊടുത്തു. അവൻ പുഞ്ചിരിയോടെ അത് നേരിട്ടു. അവൻ കൊട്ടാരം വിട്ടു. പിന്നെ കൂടെ കുറെ എണ്ണയുമായി വരാമെന്ന് വാക്ക് നൽകി. ആ രാത്രി വീട്ടിൽ ആഡമിന് കുറച്ച് അതിഥികൾ ഉണ്ടായിരുന്നു. അത് ഉറുമ്പുകളുടെ രാജ്ഞിയും ഉറുമ്പുകളുടെ സൈന്യവുമായിരുന്നു. എല്ലാ ഉറുമ്പുകളും ജോലി തുടങ്ങി. രാവിലെ വരെ എല്ലാ കടുകും ചതച്ചിരുന്നു. എണ്ണ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇതെല്ലാം കണ്ട് അതിശയിച്ചു പോയ രാജാവിന് ചെറുതായി വിശ്വാസം വന്നു തുടങ്ങി. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മകളെ വിവാഹം ചെയ്യാനായി വിധിച്ച മനുഷ്യൻ ഇവനായിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് രാജാവ് അടുത്ത കാര്യം മനസ്സിലാക്കി കൊടുത്തു. അന്ന് തന്നെ ഉച്ചയ്ക്ക് 2 രാക്ഷസനും ആഡമും തമ്മിലുള്ള യുദ്ധമായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ മൈതാനത്ത് ഒറ്റയ്ക്ക് വരുന്നതിന് പകരം ആഡം അവന്റെ കൂട്ടുകാരനായ പുലിയെയും കൊണ്ടുവന്നു. ഒരുമിച്ചവർ 2 പേരും രാക്ഷസന്മാരെ തോൽപ്പിച്ചു. പുലി ആഡമിനെ ബഹുമാനിച്ചിട്ട് വിട പറഞ്ഞു. രാജാവ് ഭാവി മരുമകനെ കണ്ട് കുറെ സന്തോഷിച്ചു. അടുത്ത കാര്യം അവന് മനസ്സിലാക്കി കൊടുത്തു രാജാവ്. പക്ഷേ അത് ഏറ്റവും ഉയരമുള്ള മലയിലാണ് മകനെ. നീ അവിടെ എങ്ങനെ എത്താനാ? അത് പേടിക്കണ്ട മഹാരാജൻ, എനിക്ക് കുഴപ്പമുണ്ടാവില്ല. ആഡം അവന്റെ മാന്ത്രിക പാ കൊണ്ടുവന്നു. എല്ലാവരുടെയും അവൻ മുന്നിൽ വിരിച്ചു. അവൻ ആകാശത്തേക്ക് പറന്നു. എല്ലാവരും അവനെ ആഹ്ലാദത്തോടെ വിട പറഞ്ഞു. മണിക്കൂറുകൾ കടന്നുപോയി. പക്ഷേ ആഡമിന്റെ ഒരറിവുമില്ലായിരുന്നു. രാജ്യം പേടിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ പെട്ടെന്ന് ആകാശത്തിൽ നിന്നും ഒരു വലിയ ശബ്ദം വന്നു. മിന്നൽ പോലെ തന്നെ. അതാ ചെണ്ടയായിരുന്നു. ആഡം മലമുകളിൽ എത്തിയിട്ട് ആ ചെണ്ട കൊട്ടുവായിരുന്നു. കുറച്ചു മണിക്കൂറിൽ ആഡം അവന്റെ മാന്ത്രിക പായിൽ പറന്ന് തിരിച്ചെത്തി. മുഴുവൻ കൊട്ടാരവും അവരുടെ പുതിയ രാജകുമാരന് വേണ്ടി എല്ലാവരും ആഹ്ലാദിച്ചു. മഹാന്മാരുടെ കാര്യം സത്യമായി. നീ സത്യത്തിൽ ഒരു ധൈര്യശാലിയും ഒരു നല്ല മനസ്സുള്ളവനുമാണ്. എന്റെ മകളുടെ കൈ വിവാഹത്തിനായി നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ഈ സുന്ദരിയായ രാജകുമാരിയെ വിവാഹം ചെയ്യുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. അങ്ങനെ രാജകുമാരൻ രാജകുമാരിയെ ജയിക്കാനായി ധൈര്യവും നല്ല മനസ്സും ഉപയോഗിച്ചു. പ്രിൻസസ് ലലൂൺ, അവർ 2 പേരും എംബർ ടൗൺ സ്നേഹത്തോടെയും ധൈര്യത്തോടെയും ഭരിച്ചു. പിന്നീട് സന്തോഷത്തോടെ ജീവിച്ചു.